ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ബിആർഎസ് നേതാവുമായ കെ കവിതയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഈ മാസം 16-ന് ഹാജരാകാനാണ് ഇഡി നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ഇഡിക്ക് മുന്നിൽ ഹാജരായ കവിതയെ 9 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കവിതയുടെ കൂട്ടാളിയും ഹൈദരാബാദിലെ മദ്യവ്യവസായിയുമായ മലയാളി അരുൺ രാമചന്ദ്രൻ പിള്ളയെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കൊപ്പം ഇരുത്തിയാണ് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ കവിതയെ ചോദ്യം ചെയ്തത്. ഈ മാസം 16-ന് വീണ്ടും ചോദ്യം ചെയ്യും. കവിതയ്ക്ക് പിന്തുണയുമായി സഹോദരൻ KT രാമറാവു ഉൾപ്പെടെയുള്ള ബിആർഎസ് നേതാക്കൾ ഡൽഹിയിലെത്തിയിരുന്നു. BJPക്കെതിരെ തെലങ്കാന ഭവന് മുന്നിൽ ബിആർഎസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഡൽഹിയിൽ സർക്കാരിന്റെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയുടെ ലൈസൻസ് 2021-ൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിന്റെ മറവിൽ കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അരുണിന് 30% പങ്കാളിത്തമുള്ള കമ്പനിയാണ് ഡൽഹി മദ്യവിൽപ്പനയ്ക്കുള്ള ലൈസൻസ് നേടിയത്. കമ്പനിയിലുള്ള ഓഹരി പങ്കാളിത്തം യഥാർത്ഥത്തിൽ കവിതയുടേതാണെന്നും അരുണിനെ മുന്നിൽ നിർത്തിയതാണെന്നും ഇഡി സംശയിക്കുന്നു. ലൈസൻസ് ലഭിക്കാൻ 100 കോടി രൂപ ആം ആദ്മി സർക്കാരിന് കവിതയുൾപ്പെട്ട സൗത്ത് ഗ്രൂപ്പ് കൈക്കൂലി നൽകിയെന്ന ആരോപണവും പരിശോധിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.